ഒരു രാത്രിയിലെ പെരുമഴയുടെ ദുരിതം അനുഭവിക്കുകയാണ് ഇന്ന് സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. വിവിധ ഇടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ 3 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇടുക്കിയിലും കോട്ടയത്തുമാണ് ഉരുൾപൊട്ടിയത്. പുഴകൾ കരകവിഞ്ഞതോടെ റാന്നി, കോന്നി, പാലാ നഗരങ്ങൾ വെള്ളത്തിൽ മുങ്ങി. പത്തനംതിട്ടയിലും ഇടുക്കിയിലും വെള്ളക്കെട്ട് മൂലം കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. ജെയിൻ എസ് രാജു ഇടുക്കിയിൽ നിന്ന്, ഷിനോജ് എസ് ടി കോട്ടയത്ത് നിന്ന്. ആ 2 പ്രധാനപ്പെട്ട ദുരിത മേഖലകൾ. ഗോകുൽ വി എസും ഇന്ദുലേഖ രേണുവും കെ വി രാഹുലും സി കെ വിജയനും അരുൺ അമൃതനാഥും എം എസ് ലിഷോയും നിതിൻ തോമസും വിവിധ ജില്ലകളിൽ നിന്നുള്ള, എല്ലാ ജില്ലകളിലും മഴക്കെടുതിയുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നുള്ള മഴക്കെടുതിയുടെ വാർത്തകളുമായി ചേരും. പാലക്കാട് പുതുപ്പള്ളിത്തെരുവ് പത്തുകുടിയിൽ വീട് നിലംപതിച്ചു. ഷാഹുൽ ഹമീദിന്റെ വീടാണ് തകർന്നത്. ഗോകുൽ വി എസിലേക്ക് ആദ്യം പോകാം എന്ന് തോന്നുന്നു. ഗോകുൽ, ഒരു വീട് തകർന്നു വീണിരിക്കുന്നു. ആ വീട്ടിനകത്ത് ആളുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഷാഹുൽ ഹമീദും 5 അംഗ കുടുംബവുമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ഈ വീട് നമുക്ക് പൂർണ്ണമായും തകർന്നു. ഇന്ന് പുലർച്ചെ 7 മണിയോടെ 7:30 കൂടിയാണ് ഈ അപകടമുണ്ടായത്. ഷാഹുൽ ഹമീദും കുടുംബവും 5 പേരും ഈ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് മറ്റ് അപകടമൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏക ആശ്വാസകരമായ കാര്യം. ഇന്നലെ രാത്രി മുതൽ പാലക്കാട് ശക്തമായ മഴ പെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ ഏകദേശം 7:30 കൂടിയാണ്. ഇതിൽ നമുക്ക് നോക്കാം, ഒരു 2 ആഴ്ച മുൻപ് ഷാഹുൽ ഹമീദ് വാങ്ങിയ ഒരു ഇരുചക്ര വാഹനമാണ്. അത് ഈ ഒരു അപകടത്തിൽ പൂർണ്ണമായും നശിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് പ്രാവിൻ്റെ കൂടൊക്കെ ഉണ്ടായിരുന്നു. അതും ഈ ഇതിനടിയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പിന്നീട് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ എത്തി മാറ്റി. ഷാഹുൽ ഹമീദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഉണ്ടായത്? ഏകദേശം ഒരു 7:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. 7 മണിക്ക് രാവിലെ 7 മണിക്കാണ്. എന്താണ് ഉണ്ടായത്? ഒരെണ്ണ ഞാൻ അടിഞ്ഞ് വീഴായിരുന്നു. അപ്പോൾ ഇവർ വാപ്പിയമ്മയൊക്കെ അഞ്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴൊക്കെ തകട് പോയി വീട് നടക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വാഹനം പ്രാവക്കൂട് നമ്മുടെ താമസിക്കുന്ന ഇവിടെയല്ല, താമസിക്കുന്നത് ഇവിടെയാണോ? വാപ്പിയമ്മയാണ്. വാപ്പിയമ്മയാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? ഇവിടെ 5 പേരുണ്ടായിരുന്നു. 5 പേരുണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നത്? വാപ്പ, ഉമ്മ, പെങ്ങള്, അനിയൻ്റെ ഭാര്യ, അനിയൻ. അവരെങ്ങനെയാണ് പിന്നീട് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്? അവര് വീട് കാണപ്പോൾ ഒരു ബാക്ക് വഴി കൂടി ഓടി വന്നു. നിങ്ങളിവിടെ വരുമ്പോഴാണ് സംഭവം ഉണ്ടായത്? ഈ നാം വരുമ്പോഴാണ് സംഭവം ഉണ്ടായത്. അവരിപ്പോ എവിടെയാ? വാപ്പയമ്മയൊക്കെ എവിടെയാ? ഇവിടെ തന്നെയുണ്ട്. ഏതായാലും ഷാഹുൽ ഹമീദും ഷാഹുൽ ഹമീദിന്റെ അച്ഛനും അമ്മയും ആണ് ഇവിടെ താമസിച്ചിരുന്നത്. അവർ കൂടി ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് കൂടി പോകാം. അതായത് ഈ വീട് ഏകദേശം പൂർണ്ണമായും തന്നെ തകരുന്ന ഒരു നിലയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. പൂർണ്ണമായും അത് തകരുന്ന ഒരു സ്ഥിതി വരുന്നു. ചേച്ചി അവിടെ ആണോ താമസിച്ചിരുന്നത്? ഉമ്മറുണ്ട്. ഞാൻ മരുവളാണ്. ഷാഹുൽ ഹമീദ് 2ാമത്തെ മരുവളാണ്. ഇന്ന് രാവിലെ 7 മണിക്ക്, ഇന്നലെ രാത്രി ഇവിടെ ഇങ്ങനെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതാക്കിയില്ല. ഞങ്ങൾ പിന്നെ രാവിലെ നേരത്തെ എണിച്ചപ്പോ 7 to 7 ഉള്ളിൽ സംഭവം നടന്നു. ബാക്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിപ്പോ നല്ല സൗണ്ട് കേട്ട്. അപ്പൊ ഞങ്ങൾ ഒന്നാലും എല്ലാവരും കൂടെ ബാക്കിൽ, ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല. അത് ഭാഗ്യം. ഉമ്മർത്ത് മുൻഭാഗത്ത് ആരെങ്കിലും കിടക്കാറുണ്ടായിരുന്നു? ദിവസം കിടക്കല് അമ്മസാങ്കയാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ വാപ്പേനെ കിടക്കല്. ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മരിച്ച ശേഷം മൂപ്പർക്ക് സുഖമില്ലാന്നൊക്കെ മനസ്സ് വിട്ടിട്ട് 2 ദാവിന്റെ വാപ്പയാണ് മരിച്ചത്, ബഷീറിന്റെ. അത് ഇവര് 2 ഭയങ്കര ഫ്രണ്ടാണ്. അപ്പൊ അതിനുശേഷം അമ്മയമ്മ അമ്മസാങ്ക നാത്തൂനും ഒപ്പം കിടക്കല് ഉള്ളില്. ഞങ്ങൾ അവര് 3 ഒരു റൂം കിടക്കലാണ്. ഇപ്പൊ അവര് വാപ്പ മരിച്ച ശേഷം 3 അവര് കിടക്കല്. സുഖമില്ലാത്ത ആളാണ് അമ്മസാങ്ക. ഞങ്ങൾ അന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ഹസ്ബൻഡ് മാത്രമേ പണിക്ക് പോകുള്ളൂ, വേറെ ആരും പോകുന്നില്ല. ചിപ്സ് ബേക്കറി മേലമുറിയില് ചെറിയ മാസം അടക്കുന്ന വണ്ടി തന്നെയാണ്. ആ വണ്ടി അടക്കം പോയിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ്. അന്നത്തെ വരുമാനം കൊണ്ട്, ചെറിയൊരു വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. അവരുടെ ഒരു ഏക അത്താണിയാണ് ഈ വീട്. ആ വീട് പൂർണ്ണമായും തകർന്നു. വാപ്പയാണോ? വാപ്പ ഒന്ന് വരാമോ? ഒന്ന് വരും. എന്താണ് ഉണ്ടായത് വാപ്പ? എന്താണ് ഉണ്ടായത്? വാപ്പയ്ക്ക് വയ്യാത്ത ആളാണോ? ഓക്കെ. ഉമ്മ ഒന്ന് വരാമോ അങ്ങോട്ട്? ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്? എന്താ ഉണ്ടായിരുന്നു? ഞങ്ങൾ നിസ്കരിച്ചിട്ടും എല്ലാം പുറത്തേക്ക് പോയി മേനെ. അതിനും എനിക്ക് പടക്കം പൊട്ടുമ്പോഴൊക്കെ പടപടാന്ന് പൊട്ടും. ഇവരുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ നടുറൂമിലുണ്ട്. ആ മൂലയ്ക്ക് പറ്റി കിടക്കുകയാണ്. അവർക്കൊന്നും മോനിങ്ങനെ കത്തുന്നുണ്ട്. ഇവിടെ എല്ലാ വീട് കഴിഞ്ഞപ്പോൾ എണിച്ച് വന്നു. ഒന്നും പറ്റിയിട്ടില്ല.
വാർഡ് മെമ്പർ ആണ് ഇവിടെ ഉള്ളത്. വാർഡ് മെമ്പർ കൂടി ഇവിടെയുണ്ട്, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മെമ്പർ, എന്താണ് ഇപ്പോൾ ഈ ഒരു വീട് വലിയ ഒരു പൊളിഞ്ഞ അവസ്ഥയിൽ തന്നെയായിരുന്നു, ഇപ്പോൾ ഇവരുടെ ഒരു അവസ്ഥയ്ക്ക് ഇങ്ങനെ ഒരു കാരണം? അതെന്താ വെച്ചാൽ തറവാട് വീടായിരുന്നു, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കണവരാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് അവർക്ക് ആ ഒരു ഉപജീവനം ഒരാൾ നയിച്ചു കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ ജീവിതം കഴിയാൻ. ഒരു വണ്ടിയും പിന്നെ ഒരു കുട്ടികളെ ദർസിലേക്ക് വിട്ടിരിക്കുകയാണ്. അച്ഛനും സുഖമില്ലാത്തതാണ്, ഒരു മോളുള്ളതും സുഖമില്ലാത്ത കുട്ടിയാണ്. പിന്നെ ഒരു മകനും ഒരു മോളുമാണ് ഇപ്പോൾ ഇവിടെ താമസം, 5 പേര്.